ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിളും ഏത്തക്കയും വെച്ചിട്ടുള്ള മധുരക്കറിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വായോ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ പൈനാപ്പിളും ഏത്തക്കയും എടുത്തിട്ടുണ്ട്. ഇത്രയും പൈനാപ്പിളും ഏത്തക്കയുടെ ഒന്നും ആവശ്യമില്ല, ശകലം മതി. ഇപ്പം ഏത്തക്ക ഒരു മീഡിയം ടൈപ്പ് ഏത്തക്കയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിളിന് ഒരു 1/4 ഭാഗം മാത്രമേ നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് പൈനാപ്പിളൊന്നും വേണ്ട. അപ്പം അതിന് വേണ്ടി ഒരു 1/4 ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് തോലെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാവേ. നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അത് കാരണം കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരക്കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം ഞാനിത് മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഒരു ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. മൺചട്ടിയിലാകുമ്പോൾ കുറച്ച് താമസം വരും വേകാൻ. എന്നാലും ചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി അത് അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. മധുരക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മധുരത്തിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പൈനാപ്പിൾ പച്ചടിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത്. പൈനാപ്പിൾ പച്ചടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മധുരമുള്ള മോരുകറി എന്ന് പറയാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏത്തക്കായി ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഒരൊറ്റ പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്, ഒരെണ്ണം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാവേ. ഞാനിവിടെ അതിനായിട്ട് അരപ്പിന് ആവശ്യമായ തേങ്ങയും അതിലേക്ക് 2 ചുവന്നുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അല്പം നല്ല ജീരകം, ചെറിയ ജീരകം, അതും കൂടി ഇട്ട് നമുക്ക് അരപ്പാക്കാവേ. അപ്പോൾ അതിലേക്ക് ഞാൻ തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുളിയില്ലാത്ത അധികം നാടൻ തൈരാണ് ചേർക്കുന്നത്. കവർ തൈരല്ല, നാടൻ തൈര്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അറിയാമല്ലോ. നാടൻ തൈരിനൊരു ഈ കവറിൽ നിന്ന് കിട്ടുന്ന തൈരിനെക്കാട്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ തൈരാണ് ഞാനിവിടെ എടുത്തത്. നമ്മൾ വീട്ടിലൊക്കെ ഒഴിച്ച ഒരു മോരിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ആ ഒരു തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 കപ്പ് അത്രയൊക്കെ അളവിലേ ഉള്ളൂ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി പുളിയാകും. അപ്പം നമ്മളൊരു 1/4 കപ്പ് അളവിൽ ശകലം തൈരും കൂടെ ചേർത്ത് നമ്മളതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വേവിക്കാൻ വെച്ച സാധനമൊക്കെ നല്ലപോലെ വെന്തേ നമുക്കിനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ കറി ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവേ. അതിനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് വറ്റൽമുളകും കരിയാപ്പിലയും ചേർത്ത് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മധുരക്കറിയാണ്. ഇപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെയും മുളകരച്ച മീനിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് എടുക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.